ഈ ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലാകില്ല. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുവെങ്കിൽ, നിങ്ങൾക്കിത് ഇഷ്ടമാവുന്നുവെങ്കിൽ, നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ ടെക്നിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കുക. ചിലർ പറയുന്നത് ഇതാണ്: ഡിപ്രഷൻ വരുമ്പോൾ, വിഷമം വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടരുത്, രക്ഷപ്പെടാൻ ശ്രമിക്കരുത്, അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കരുത്. മറിച്ച് അതിനെ സ്വീകരിക്കൂ, അതിനെ അക്സെപ്റ്റ് ചെയ്യൂ, അതിനെ ആസ്വദിക്കൂ, അതിനെ എൻജോയ് ചെയ്യൂ. അത്രമാത്രം പോരാ, ഇനി ഒരു പാട്ട് പാടൂ. വിഷമത്തിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടൂ. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയാമെങ്കിൽ ചിത്രം വരയ്ക്കൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യൂ, അതാണ് അവർ പറയുന്നത്. നിങ്ങൾ വിഷമത്തിൽ നിൽക്കുമ്പോൾ ആ വിഷമത്തിൽ നിന്നുകൊണ്ട്, ആ വിഷമത്തെ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യൂ. ഒരു പാട്ട് പാടൂ, അല്ലെങ്കിൽ ഒരു ചിത്രം വയ്ക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യൂ. ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. നോക്കൂ, എല്ലാം ഒരു എനർജിയാണ്. നിങ്ങളുടെ വിഷമവും ഡിപ്രഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം എനർജിയാണ്. ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ വിഷമത്തെ, നിങ്ങളുടെ ഡിപ്രഷനെ, ആ എനർജിയെ അതിനെ ട്രാൻസ്ഫോം ചെയ്യുമെന്ന്, അതിനെ രൂപത്തെ മാറ്റുമെന്ന്, അതിനെ ക്രിയേറ്റീവ് ഫോഴ്സാക്കി മാറ്റുമെന്ന്. നിങ്ങൾ കണ്ടിട്ട് ചില ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോൾ, വിഷമം വരുമ്പോൾ അവർ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നത്. അതും എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. അവിടെയും എനർജിയുടെ രൂപമാറ്റം സംഭവിക്കുകയാണ്. ഇങ്ങനെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ അവർക്ക് സമാധാനം കിട്ടാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ആ എനർജി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ആ എനർജിയുടെ രൂപം മാറ്റി അവരതിനെ റിലീസ് ചെയ്യുകയാണ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ക്രിയേറ്റീവാണ്, ഡിസ്ട്രക്റ്റീവ് അല്ല, നശിപ്പിക്കുകയല്ല, മറിച്ച് ഒന്ന് സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ എനർജി ഉപയോഗിച്ച്, ഡിപ്രഷൻ്റെയും വിഷമത്തിൻ്റെ എനർജി ഉപയോഗിച്ച് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യും. ഒരു പാട്ട് പാടും, അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കും. സിനിമയിൽ കണ്ടിട്ടില്ല ചില കഥാപാത്രങ്ങൾ വിഷമം വരുമ്പോൾ പാട്ട് പാടുന്നത്? അതിൻ്റെ ലോജിക്കും ഇത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ലോകമെമ്പാടും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും കലാകാരന്മാർ വിഷമം വരുമ്പോൾ മനോഹരമായ കലാസൃഷ്ടികളാണ് സൃഷ്ടിക്കുന്നത്. അത് ചിത്രകാരന്മാരാവട്ടെ, എഴുത്തുകാരാവട്ടെ, പാട്ടുകാരാവട്ടെ, വിഷമം വരുമ്പോൾ അവർ മനോഹരമായ കലകളാണ് സൃഷ്ടിക്കുന്നത്. ഈ ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഡിപ്രഷന് പുറത്ത്, നിങ്ങളുടെ വിഷമത്തിന് പുറത്ത് ഒരു പാട്ട് പാടുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിഷമങ്ങൾ അപ്രത്യക്ഷമാവുന്നു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ എനർജി ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ആ എനർജിയുടെ രൂപം മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടമായെങ്കിൽ ശ്രമിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസിലൂടെ ഷെയർ ചെയ്യുക.